ശാന്തി 18/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സർവീസിൻ്റെ സമാചാരം വായിക്കുന്നതിനും കേൾക്കുന്നതിനുമുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാകണം. കാരണം ഇതിലൂടെ ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കുന്നു. സർവീസ് ചെയ്യുന്നതിനുള്ള സങ്കല്പം ഉയർന്നു വരുന്നു. ചോദ്യം: സംഗമയുഗത്തിൽ ബാബ നിങ്ങൾക്ക് സുഖം നൽകുകയല്ല, എന്നാൽ സുഖത്തിനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ട്? ഉത്തരം: കാരണം എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. അഥവാ ഒരു കുട്ടിക്ക് സുഖം നൽകിയാൽ ഇതും ശരിയല്ല. ലൗകിക പിതാവിൽ നിന്നും കുട്ടികൾക്ക് തുല്യമായ വിഹിതം ലഭിക്കുന്നു. പരിധിയില്ലാത്ത പിതാവ് പങ്ക് വീതിക്കുന്നൊന്നുമില്ല, സുഖത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ആര് ആ വഴിയിലൂടെ നടക്കുന്നോ, പുരുഷാർത്ഥം ചെയ്യുന്നോ, അവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. ഓം ശാന്തി. ബാബ മുരളി ഉച്ചരിക്കുന്നു എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. മുരളി എല്ലാവരുടെയും അടുക്കൽ പോകുന്നു. ആര് മുരളി പഠിച്ച് സർവീസ് ചെയ്യുന്നു, അവരുടെ സമാചാരം മാഗസിനിൽ വരുന്നു. ഇപ്പോൾ ഏത് കുട്ടികളാണോ മാഗസിൻ വായിക്കുന്നത്, അവർക്ക് സെൻറ്റേഴ്സിലെ സർവീസിൻ്റെ സമാചാരം അറിയാൻ കഴിയും. ഇന്ന സ്ഥാനത്ത് ഇന്ന സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണോ വായിക്കുകയും ചെയ്യാത്തത്, അവർക്ക് ഒരു സമാചാരവും അറിയാൻ കഴിയില്ല, പുരുഷാർത്ഥവും ചെയ്യുകയില്ല. സർവീസിൻ്റെ സമാചാരം കേൾക്കുമ്പോൾ ഞാനും ഇങ്ങനെയുള്ള സർവീസ് ചെയ്യട്ടെ എന്ന് മനസ്സിൽ തോന്നുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാർ എത്ര സർവീസ് ചെയ്യുന്നു എന്നത് മാഗസീനിലൂടെ അറിയാൻ കഴിയുന്നു. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം സർവീസ്, അത്രയും ഉയർന്ന പദവി ലഭിക്കും. അതിനാൽ മാഗസീനും സർവീസിനു വേണ്ടി ഉത്സാഹം നേടിത്തരുന്നു. ഇത് ഉപയോഗശൂന്യമാകുന്നില്ല. ആരാണോ സ്വയം വായിക്കാത്തത്, അവരാണ് ഉപയോഗശൂന്യം എന്ന് വിചാരിക്കുന്നത്. ചിലർ പറയുന്നു, നമുക്ക് അക്ഷരം അറിയില്ല. രാമായണവും ഭാഗവതവും ഗീതയും മറ്റും കേൾക്കുന്നതിന് വേണ്ടി പോകാറുണ്ട്. ഇതും കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ സർവീസിൻ്റെ ഉന്മേഷം വർദ്ധിക്കുകയില്ല. ഇന്ന സ്ഥാനത്ത് ഈ സർവീസ് നടന്നു. താല്പര്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയണം, അവർ വായിച്ച് കേൾപ്പിക്കും. ധാരാളം സെൻറ്റേഴ്സിൽ ഇങ്ങനെയും ഉണ്ടാകും. അവർ മാഗസീൻ വായിക്കുന്നുണ്ടാകില്ല. ധാരാളം പേരുടെ അടുക്കൽ സർവീസിൻ്റെ പേരോ അടയാളമോ പോലുമില്ല. അപ്പോൾ പദവിയും ഇങ്ങനെയുള്ളതായിരിക്കും നേടുന്നത്. രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ആര് എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും പദവി നേടുന്നു. പഠനത്തിൽ അറ്റൻഷൻ നൽകുകയില്ലെങ്കിൽ ഫെയിലായി പോകും. മുഴുവൻ ആധാരവും ഈ സമയത്തെ പഠനത്തിന്മേലാണ്. എത്ര പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ അത്രയും തൻ്റെ തന്നെ നേട്ടമാണ്. ധാരാളം കുട്ടികളുണ്ട്, അവർക്ക് മാഗസീൻ വായിക്കുന്നതിൻ്റെ ചിന്ത പോലും വരുന്നില്ല. അവർ ചില്ലി കാശിൻ്റെ പദവിയായിരിക്കും നേടുന്നത്. അവിടെയാണെങ്കിൽ ഇന്നയാൾ ഈ പുരുഷാർത്ഥം ചെയ്തോ, അതിനാലാണ് ഈ പദവി ലഭിച്ചത് എന്ന ചിന്ത ഉണ്ടായിരിക്കില്ല. കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ബുദ്ധിയിലുള്ളത്. കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. ആര് മനസ്സിലാക്കുന്നില്ലയോ അവർ കല്ല് ബുദ്ധി പോലെയാണ്. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തുച്ഛബുദ്ധിയായിരുന്നു. പിന്നെ അതിലും പേഴ്സൻറ്റേജ് ഉണ്ട്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കലിയുഗമാണ്. ഇതിൽ അപാര ദുഃഖമുണ്ടാകുന്നു. ഇന്ന ദുഃഖമുണ്ട്. ആര് സെൻസിബിളായിരിക്കുമോ അവർ ഉടൻ മനസ്സിലാക്കും, ഇത് ശരിയാണ് പറയുന്നത്. നിങ്ങളും അറിയുന്നുണ്ട്, ഇന്നലെ നമ്മൾ എത്ര ദുഃഖിതരായിരുന്നു, അപാര ദുഃഖങ്ങളുടെ നടുവിലായിരുന്നു. ഇപ്പോൾ വീണ്ടും അപാര സുഖങ്ങളുടെ നടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് രാവണ രാജ്യമാണ്, കലിയുഗമാണ്. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ആരാണോ അറിയുകയും എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്, എങ്കിൽ ബാബ പറയും, യാതൊന്നും അറിയുന്നില്ല. അറിയാമായിരുന്നുവെങ്കിൽ പറഞ്ഞേനെ.
സർവീസ് ചെയ്യുമ്പോൾ സമാചാരം മാഗസിനിൽ വന്നേനെ. ദിനം പ്രതിദിനം ബാബ വളരെ സഹജമായ പോയിന്റ്സ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിചാരിക്കുന്നു കലിയുഗം ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. സംഗമമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സത്യയുഗവും കലിയുഗവും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കലിയുഗത്തിൽ അപാര ദുഃഖമാണ്, സത്യയുഗത്തിൽ അപാര സുഖമാണ്. പറയൂ, അപാര സുഖം കുട്ടികളായി നമുക്ക് ബാബ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും ഇങ്ങനെ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ സ്വർഗവാസിയാണോ അതോ നരകവാസിയാണോ എന്ന് മറ്റാർക്കും ചോദിക്കാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങളിലുള്ളവരും നമ്പർ വൈസാണ്. ഇത്രയും പോയിന്റ്സ് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കിക്കുന്ന സമയത്ത് ദേഹാഭിമാനം വന്നു പോകുന്നു. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നതും ധാരണ ചെയ്യുന്നതും. എന്നാൽ നല്ല നല്ല മഹാരഥികൾ പോലും ഇത് മറന്നു പോകുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നു. ബാബ പറയുന്നു, എല്ലാവരും പുരുഷാർത്ഥികളാണ്, ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നു എന്നൊന്നുമല്ല. അങ്ങനെയല്ല. ബാബ ആത്മാവായി മനസ്സിലാക്കി ജ്ഞാനം നൽകുന്നു. ബാക്കി ഏതെല്ലാം സഹോദരന്മാരുണ്ടോ അവർ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളും മനസ്സിലാക്കിച്ചു കൊടുക്കണം, കലിയുഗത്തിൽ അപാര ദുഃഖമാണ്, സത്യയുഗത്തിൽ അപാര സുഖമാണ്. ഇപ്പോൾ സംഗമയുഗം നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ വഴി പറഞ്ഞു തരുന്നു. ബാബ സുഖം നൽകുന്നു എന്നല്ല, സുഖത്തിനുള്ള വഴി പറഞ്ഞു തരുന്നു. രാവണനും ദുഃഖം നൽകുന്നില്ല, ദുഃഖത്തിനുള്ള തലകീഴായ മാർഗം പറഞ്ഞു തരുന്നു. ബാബ ദുഃഖവും നൽകുന്നില്ല, സുഖവും നൽകുന്നില്ല, സുഖത്തിനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നെ ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും സുഖം ലഭിക്കും. സുഖം നൽകുന്നില്ല, ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ സുഖം നേടുന്നു. ബാബയാണെങ്കിൽ കേവലം വഴി പറഞ്ഞു തരുന്നു. രാവണനിൽ നിന്നും ദുഃഖത്തിൻ്റെ വഴി ലഭിക്കുന്നു. അഥവാ ബാബ നൽകുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ലഭിക്കേണ്ടതാണ്. ഏതുപോലെ ലൗകിക പിതാവും സമ്പത്ത് വീതിക്കുന്നു. ഇവിടെയാണെങ്കിൽ ആര് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുമോ അതുപോലെ ബാബ വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമെങ്കിൽ ഇത്രയും ഉയർന്ന പദവി നേടും. കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പദവി നേടണം, പഠിക്കേണ്ടതുണ്ട്. ഇവർ ഉയർന്ന പദവി നേടിക്കൊള്ളട്ടെ, ഞാൻ ഇരുന്നു കൊള്ളാം എന്നത് പാടില്ല. അങ്ങനെയല്ല, പുരുഷാർത്ഥം ഫസ്റ്റ്. ഡ്രാമ അനുസരിച്ച് പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ചിലർ തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നു, ചിലർ ഡൾ. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. ബാബ വഴി പറഞ്ഞു തന്നു, എന്നെ ഓർമ്മിക്കൂ. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. ഡ്രാമയ്ക്ക് വിട്ടേക്കരുത്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. അപ്പോൾ തീർച്ചയായും ഏതൊരു പാർട്ട് അഭിനയിച്ചോ അത് തന്നെ അഭിനയിക്കേണ്ടി വരും. എല്ലാ ധർമ്മങ്ങളും വീണ്ടും അതിൻ്റേതായ സമയത്ത് വരും. ക്രിസ്ത്യൻസ് ഇപ്പോൾ 100 കോടി ഉണ്ടെന്ന് വിചാരിക്കൂ. വീണ്ടും ഇത്രയും പേർ തന്നെ പാർട്ട് അഭിനയിക്കാൻ വരും. ആത്മാവ് വിനാശമാകുന്നില്ല, അതിൻ്റെ പാർട്ട് ഒരിക്കലും വിനാശമാവുക സാധ്യമല്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആര് മനസ്സിലാക്കുന്നുവോ അവർ തീർച്ചയായും മനസ്സിലാക്കിക്കുകയും ചെയ്യും. ധനം നൽകിയാൽ ധനം കുറഞ്ഞു പോവുകയില്ല, ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെയും ധനികരാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ സ്വയവും നിസ്സഹായരായി മനസ്സിലാക്കുന്നു. ടീച്ചർ പറയും, നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ ചില്ലിക്കാശിൻ്റെ പദവിയാണ്. ഭാഗ്യത്തിലില്ലെങ്കിൽ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യാൻ സാധിക്കുക? ഇത് പരിധിയില്ലാത്ത പാഠശാലയാണ്. ഓരോ ടീച്ചറിൻ്റെയും സബ്ജക്റ്റ് അവരവരുടേതായിരിക്കും. ബാബയുടെ പഠിപ്പിക്കുന്നതിൻ്റെ രീതി ബാബയ്ക്കും അറിയാം, കുട്ടികളായ നിങ്ങൾക്കും അറിയാം. മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. കുട്ടികളായി നിങ്ങൾ എത്ര പരിശ്രമിക്കുന്നു, എന്നിട്ടും ആരെങ്കിലും മനസ്സിലാക്കിയാലല്ലേ? ബുദ്ധിയിൽ ഇരിക്കുന്നതേയില്ല.
എത്ര സമീപമായിക്കൊണ്ടിരിക്കുമോ അത്രയും സമർത്ഥമായിക്കൊണ്ടിരിക്കും എന്നത് കാണുവാനാകും. ഇപ്പോൾ മ്യൂസിയവും ആത്മീയ കോളേജും മറ്റും തുറക്കുന്നു. നിങ്ങളുടെ പേര് തന്നെ വ്യത്യസ്തമാണ്. ആത്മീയ യൂണിവേഴ്സിറ്റി. ഗവൺമെൻറ് നോക്കും. പറയൂ, നിങ്ങളുടേത് ഭൗതിക യൂണിവേഴ്സിറ്റിയാണ്, ഇത് ആത്മീയമാണ്. ആത്മാവാണ് പഠിക്കുന്നത്. മുഴുവൻ 84ൻ്റെ ചക്രത്തിൽ ഒരേ ഒരു തവണ ആത്മീയ പിതാവ് വന്ന് ആത്മീയ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഡ്രാമ അഥവാ ഫിലിം നിങ്ങൾ കാണുകയാണെങ്കിൽ വീണ്ടും 3 മണിക്കൂറിന് ശേഷം കൃത്യമായി റിപ്പീറ്റാകും. ഈ 5000 വർഷത്തിൻ്റെ ചക്രവും കൃത്യമായി റിപ്പീറ്റാകുന്നു. ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. അവരാണെങ്കിൽ കേവലം ഭക്തിയിൽ ശാസ്ത്രങ്ങളെ മാത്രമാണ് റൈറ്റായി കരുതുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഒരു ശാസ്ത്രവുമില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? അവരാണെങ്കിൽ ഗീത പഠിച്ച് കേൾപ്പിക്കും. പഠിച്ചിട്ടല്ല അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. പരിധിയില്ലാത്ത ബാബയുടെ പാർട്ട് പഠിപ്പിക്കുന്നതിൻ്റേതാണ്. തൻ്റെ പരിചയം നൽകുന്നു. ലോകത്തിന് അറിയുകയില്ല. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ് എന്ന് പാടുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നില്ല. ഈ ലക്ഷ്മി നാരായണൻ ജ്ഞാനസാഗരമാണോ? അല്ല, ഇത് വണ്ടറാണ്. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ഈ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ശ്രീമതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഈ കണക്കനുസരിച്ച് നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് പ്രജാപിതാ ബ്രഹ്മാവിൻ്റെ സന്താനം ആയിരിക്കുന്നത്. അനേകം തവണ ആയിട്ടുണ്ടായിരുന്നു, വീണ്ടും ആകും. മനുഷ്യർക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത് അപ്പോൾ അംഗീകരിക്കും. നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പങ്ങളിൽ നമ്മൾ പ്രജാപിതാ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ അഥവാ അഡോപ്റ്റഡ് കുട്ടികളാകുന്നു. ആര് മനസ്സിലാക്കുന്നു അവർ നിശ്ചയബുദ്ധിയുമാകുന്നു. ബ്രാഹ്മണൻ ആകാതെ ദേവത എങ്ങനെയാകും? ഓരോരുത്തരുടെയും ബുദ്ധി അനുസരിച്ചാണ്. സ്കൂളിൽ ഇങ്ങനെയുണ്ട്. ചിലർ സ്കോളർഷിപ്പ് നേടുന്നു, ചിലർ ഫെയിലായി പോകുന്നു. പിന്നെ പുതിയതായി പഠിക്കേണ്ടി വരും. ബാബ പറയുന്നു, വികാരത്തിൽ വീണുവെങ്കിൽ സമ്പാദ്യം നഷ്ടമായി. പിന്നെ ബുദ്ധിയിൽ ഇരിക്കുകയില്ല, ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ജന്മത്തിൽ ഏതെല്ലാം പാപം ചെയ്തുവോ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ബാക്കി മുൻപുള്ള ജന്മങ്ങളിൽ എന്താണ് ചെയ്തത് അത് ഓർമ്മയില്ല. പാപം തീർച്ചയായും ചെയ്തിട്ടുണ്ട്. ആര് പുണ്യ ആത്മാവായിരുന്നോ അവർ തന്നെ പിന്നെ പാപാത്മാവാകുന്നു. കണക്ക് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ധാരാളം കുട്ടികളുണ്ട്, അവർ മറന്നു പോകുന്നു, പഠിക്കുന്നില്ല. അഥവാ പഠിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പഠിപ്പിക്കുകയും ചെയ്തേനെ. ഡൾ ബുദ്ധിയായ ചിലർ സമർത്ഥ ബുദ്ധിയുള്ളവരായി മാറുന്നു. എത്ര വലിയ പഠനമാണ്! ഈ ബാബയുടെ പഠനത്തിലൂടെ തന്നെയാണ് സൂര്യവംശി ചന്ദ്രവംശി കുലം ഉണ്ടാകാൻ പോകുന്നത്. അവർ ഈ ജന്മത്തിൽ തന്നെ പഠിക്കുകയും പദവി നേടുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഈ പഠനത്തിൻ്റെ പദവി പിന്നെ പുതിയ ലോകത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അത് അകലെയൊന്നുമല്ല. ഏതുപോലെ വസ്ത്രം മാറ്റുന്നുവോ അതേപോലെ തന്നെ പഴയ ലോകത്തെ ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകണം. വിനാശവും തീർച്ചയായും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. നമ്പർ വൈസായി രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർ തന്നെയാണ് ആദ്യം സ്വർഗത്തിൽ വരുന്നത്. ബാക്കിയുള്ളവർ പിന്നാലെ വരും. സ്വർഗത്തിൽ വരാൻ സാധിക്കില്ല. സ്വർഗത്തിലെ ദാസദാസിമാർ ആരായിരിക്കുമോ അവരും ഹൃദയത്തിൽ കയറിയിട്ടുണ്ടാകും. എല്ലാവരും വരും എന്നല്ല. ഇപ്പോൾ ആത്മീയ കോളേജും മറ്റും തുറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്ന് പുരുഷാർത്ഥം ചെയ്യും. ആര് പഠനത്തിൽ ഉയർന്നും തീവ്രമായും പോകുന്നോ അവർ ഉയർന്ന പദവി നേടും. ഡൾ ബുദ്ധി കുറഞ്ഞ പദവി നേടും. ഡൾ ബുദ്ധിയും മുന്നോട്ട് പോകവേ നല്ല പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങിയേക്കാം. ചില വിവേക ബുദ്ധിയുള്ളവർ താഴേക്കും പോകുന്നു. പുരുഷാർത്ഥത്തിലൂടെ അറിയാൻ കഴിയുന്നു
ഈ മുഴുവൻ ഡ്രാമയും നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ശരീരം ധാരണ ചെയ്ത് ഇവിടെ പാർട്ട് അഭിനയിക്കുന്നു. പുതിയ വസ്ത്രം ധാരണ ചെയ്ത് പുതിയ പാർട്ട് അഭിനയിക്കുന്നു. ചിലപ്പോൾ ഒന്നും ചിലപ്പോൾ വേറൊന്നും ആകുന്നു. സംസ്കാരം ആത്മാവിലാണുള്ളത്. പുറത്ത് അല്പം പോലും ജ്ഞാനം ആരുടെ അടുത്തുമില്ല. ബാബ എപ്പോഴാണോ വന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ തന്നെയാണ് ജ്ഞാനം ലഭിക്കുന്നത്. ടീച്ചറേ ഇല്ലെങ്കിൽ ജ്ഞാനം എവിടെ നിന്നും വരുവാനാണ്? അവർ ഭക്തരാണ്. ഭക്തിയിൽ അപാര ദുഃഖമാണ്. മീരയ്ക്ക് സാക്ഷാത്കാരമുണ്ടായി, പക്ഷേ സുഖമുണ്ടായിരുന്നില്ല. രോഗബാധിതം ആയിട്ടുണ്ടാകില്ലേ? അവിടെയാണെങ്കിൽ ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖത്തിൻ്റെ കാര്യം ഉണ്ടാകുന്നതേയില്ല. ഇവിടെ അപാര ദുഃഖമാണ്, അവിടെ അപാര സുഖമാണ്. ഇവിടെ എല്ലാവരും ദുഃഖിതരാണ്. രാജാക്കന്മാർക്കും ദുഃഖമുണ്ടല്ലോ. പേര് തന്നെ ദുഃഖധാമം എന്നാണ്. അത് സുഖധാമമാണ്. സമ്പൂർണ്ണ ദുഃഖത്തിൻ്റെയും സമ്പൂർണ്ണ സുഖത്തിൻ്റെയും സംഗമയുഗമാണ് ഇത്. സത്യയുഗത്തിൽ സമ്പൂർണ്ണ സുഖം, കലിയുഗത്തിൽ സമ്പൂർണ്ണ ദുഃഖം. ദുഃഖത്തിൻ്റെ ഏതെല്ലാം വെറൈറ്റി ഉണ്ടോ എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മുന്നോട്ട് പോകവേ എത്ര ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. അളവറ്റ ദുഃഖത്തിൻ്റെ പർവ്വതം വീഴും. അവരാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വളരെ കുറച്ച് സമയമേ നൽകുന്നുള്ളൂ. 2 മിനിറ്റ് നൽകിയാൽ പോലും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. സത്യയുഗത്തിൽ അപാര സുഖമുണ്ടായിരുന്നു, അത് ബാബ നൽകുന്നു. രാവണനിലൂടെ അപാര ദുഃഖം ലഭിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കാമത്തിൻ്റെ മേൽ ജയം നേടൂ, എങ്കിൽ ജഗത് ജീത്താകും. ഈ ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. അല്പമെങ്കിലും കേട്ടുവെങ്കിൽ സ്വർഗത്തിൽ വരും. പ്രജയാണെങ്കിൽ ധാരാളം ഉണ്ടാകുന്നു. രാജാവ് എവിടെ? ദരിദ്രൻ എവിടെ? ഓരോരുത്തരുടെയും ബുദ്ധി അവരവരുടേതാണ്. ആര് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് നല്ല പദവി നേടുന്നത്. ഈ സ്കൂളും മോസ്റ്റ് അൺകോമൺ ആണ്. ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണനാണെങ്കിൽ ദൈവിക ഗുണങ്ങളുള്ള ദേവതയാണ്. ബാബ പറയുന്നു, ഞാൻ ദൈവിക ഗുണങ്ങളിൽ നിന്നും ആസുരീയ ഗുണങ്ങളിൽ നിന്നും വേറിട്ടവനാണ്. നിങ്ങളുടെ പിതാവായ ഞാൻ വരുന്നത് പഠിപ്പിക്കാനാണ്. ആത്മീയ നോളജ് സുപ്രീം ആത്മാവ് തന്നെയാണ് നൽകുന്നത്. ഗീതയുടെ ജ്ഞാനം ഏതെങ്കിലും ദേഹധാരിയായ മനുഷ്യനോ ദേവതയോ നൽകിയതല്ല. വിഷ്ണു ദേവതായ നമ എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ ആരാണ്? ദേവതയായ കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു. ഇതാരും അറിയുന്നില്ല. നിങ്ങളിലുള്ളവരും മറന്നു പോകുന്നു. സ്വയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെയും മനസ്സിലാക്കിച്ചേനെ. സർവീസ് ചെയ്ത് തെളിവ് കൊണ്ടുവരണം. അപ്പോൾ സർവീസ് ചെയ്തു എന്ന് മനസ്സിലാക്കും. അതിനാൽ ബാബ പറയുന്നു, നീണ്ട വിസ്തൃതമായ സമാചാരം എഴുതാതിരിക്കൂ. ഇന്നയാൾ വരാൻ പോകുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കുറച്ചു വേണം എഴുതാൻ. വന്നുവോ നിലനിൽക്കുന്നുവോ എന്ന് നോക്കൂ. മനസ്സിലാക്കുകയും സർവീസ് ചെയ്യാൻ തുടങ്ങുകയും വേണം. അപ്പോൾ വേണം സമാചാരം എഴുതാൻ. ചിലരൊക്കെ തങ്ങളുടെ വളരെയധികം ഷോ ചെയ്യുന്നു. ബാബയ്ക്ക് ഓരോ കാര്യത്തിൻ്റെയും റിസൾട്ട് വേണം. ഇങ്ങനെ ധാരാളം പേർ ബാബയുടെ അടുക്കൽ വരുന്നു, പിന്നെ പോയി കളയുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? അവരെ ബാബ എന്ത് ചെയ്യുവാനാണ്? അവർക്കും നേട്ടമില്ല, നിങ്ങൾക്കുമില്ല. നിങ്ങളുടെ മിഷൻ്റെ അഭിവൃദ്ധി ഉണ്ടായില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു കാര്യത്തിലും നിസ്സഹായരാകരുത്. സ്വയം തന്നിൽ ജ്ഞാനം ധാരണ ചെയ്ത് ദാനം ചെയ്യണം. മറ്റുള്ളവരുടെയും ഭാഗ്യം ഉണർത്തണം. ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. അല്പം പോലും ദേഹാഭിമാനം വരരുത്. ബാബയിൽ നിന്നും ഏതൊരു അപാര സുഖം ലഭിച്ചോ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. വരദാനം: ഹൃദയവും ബുദ്ധിയും രണ്ടിൻ്റെയും ബാലൻസിലൂടെ സേവനം ചെയ്യുന്ന
സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. പലപ്പോഴും കുട്ടികൾ സേവനത്തിൽ കേവലം ബുദ്ധി യൂസ് ചെയ്യുന്നു. എന്നാൽ ഹൃദയവും ബുദ്ധിയും രണ്ടും യോജിപ്പിച്ച് സേവനം ചെയ്യൂ. അപ്പോൾ സേവനത്തിൽ സഫലതാമൂർത്തിയായി മാറും. ആരാണോ കേവലം ബുദ്ധി കൊണ്ട് ചെയ്യുന്നത്, അവർക്ക് ബുദ്ധിയിൽ അല്പം സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നു. അതെ, ബാബ തന്നെയാണ് ചെയ്യിക്കുന്നത് എന്ന്. പക്ഷേ അല്പം സമയത്തിനു ശേഷം വീണ്ടും അതേ ഞാനെന്ന ഭാവം വന്നു പോകും. ആരാണോ ഹൃദയപൂർവ്വം ചെയ്യുന്നത്, അവരുടെ ഹൃദയത്തിൽ ബാബയുടെ ഓർമ്മ സദാ നിലനിൽക്കുന്നു. ഫലം ലഭിക്കുന്നത് തന്നെ ഹൃദയപൂർവ്വം സേവനം ചെയ്യുന്നതിനാണ്. അഥവാ രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ സദാ സഫലത ഉണ്ടായിരിക്കും. സ്ലോഗൻ: പരിധിയില്ലാത്തതിലിരിക്കൂ, എങ്കിൽ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ സമാപ്തമായിക്കൊള്ളും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ആത്മീയ സ്വരൂപം സ്മൃതിയിൽ കൊണ്ടുവന്ന് ഞാൻ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ ദിവ്യപ്രകാശം നാനാഭാഗത്തും ആത്മനക്ഷത്രത്തിൽ നിന്നും പ്രസരിക്കുന്നു. എൻ്റെ അനാദി സ്വരൂപത്തെ എമേർജ് ചെയ്ത് ഒരു സെക്കൻഡിൽ ഞാൻ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ പ്രഭുവിൻ്റെ ശ്രേഷ്ഠ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സ്വച്ഛവും സന്തുഷ്ടവുമാകുന്നു. പവിത്ര സാഗരവും വരദാതാവുമായ ശിവപരമാത്മാവിൻ്റെ പവിത്ര കിരണങ്ങളുടെ പ്രഭാവത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ പവിത്രതയുടെ ബലം വർദ്ധിക്കുന്നു. സൈലൻസിൻ്റെ മധുരതയും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവവും പ്രഭുവിൻ്റെ പവിത്ര കിരണങ്ങളിലൂടെ എനിക്കുണ്ടാകുന്നു.
പരമാത്മാ പവിത്രതയാകുന്ന മഹാശക്തി എന്നിൽ നിറയുമ്പോൾ ഈ ദിവ്യശക്തിയുടെ മഹാദാനിയായി ഞാൻ മാറുന്നു. പ്രകൃതിയെ അധീനമാക്കുന്ന, പ്രകൃതിയുടെ ചഞ്ചലതകളെ സമാപ്തമാക്കുന്ന, മനുഷ്യാത്മാക്കൾക്ക് സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന പവിത്രതയാകുന്ന ഈ മഹാശക്തിയെ വിശ്വമംഗളാർത്ഥം ഞാൻ ദാനം ചെയ്യുന്നു.